വിശുദ്ധ ഖുർആനിൽ പ്രഭാത വെളിച്ചം എന്നു പേരിലുള്ള മനോഹരമായിട്ടുള്ളൊരു അധ്യായമുണ്ട്. ഇതിൽ പ്രഭാത വെളിച്ചത്തെയും ഇരുൾമുറ്റിയ രാത്രിയെയും സാക്ഷിയാക്കിക്കൊണ്ട് നാഥൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിലെ പ്രഥമ അഭിസംബോധന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകന് കുറച്ച് നാളത്തേക്ക് വഹിയൊന്നും ലഭിച്ചിരുന്നില്ല. ആ സമയത്ത് പ്രവാചകന് പ്രയാസമുണ്ടായി. ശത്രുക്കൾ പലതും പറഞ്ഞു നടന്നു. മുഹമ്മദിനെ അവൻ്റെ നാഥൻ കൈവിട്ടിരിക്കുന്നു, മുഹമ്മദിനെ അവൻ്റെ പിശാച് കൈവിട്ടിരിക്കുന്നു എന്ന് പോലും അവർ പറഞ്ഞു നടന്നു. ഇത് പ്രവാചകന് വളരെയധികം പ്രയാസമുണ്ടാക്കി. അങ്ങനെ പ്രവാചകനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ വചനങ്ങളാണിത്. ഇരുൾമുറ്റിയ രാത്രിക്ക് ശേഷം പ്രഭാത വെളിച്ചം കടന്നു വരുന്നത് പോലെ അത്രയും സത്യമായി നിൻ്റെ ജീവിതത്തിൽ ഈ ഇരുളടഞ്ഞ നിമിഷങ്ങൾക്ക് ശേഷം വെളിച്ചം വരാനുണ്ട് എന്നുള്ളത് പ്രവാചകനെ ഓർമ്മപ്പെടുത്തുകയാണ്. നിൻ്റെ നാഥൻ നിന്നെ കൈവിട്ടിട്ടുമില്ല, വെറുത്തിട്ടുമില്ല. നിൻ്റെ നാഥൻ നിനക്ക് നൽകിയേക്കും, അപ്പോൾ നീ തൃപ്തിപ്പെടും. ഇതൊക്കെ പ്രവാചകനോടാണെന്ന് പറയുന്നതെങ്കിലും ഇത് നമ്മളോട് കൂടിയാണ്. ഇത് നമുക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പ്രവാചകൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഘട്ടങ്ങളും അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നാഥൻ നയിച്ചു കൊണ്ടുവന്നത് എന്നുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് പ്രവാചകന് ഇത് ബോധ്യപ്പെടാൻ വേണ്ടി ഇനി നല്ലൊരു കാലം വരുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. നിന്നെ ഞാനൊരു അനാഥനായി കണ്ടു സനാഥനാക്കി. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെ അനാഥത്വം പേറിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവരൊക്കെ ജീവിച്ചിരിക്കെ തന്നെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. നിന്നെ വഴിയറിയാത്തവനായി കണ്ടു ഞാൻ നിന്നെ വഴി കാണിച്ചു. അതേപോലെ തന്നെ ഏതിലൂടെ സഞ്ചരിക്കണം എന്ന് ഒരു ബോധ്യമില്ലാതെ സംശയിച്ചു കൊണ്ട് നടന്നൊരു കാലം നമുക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നാഥൻ വഴി കാണിച്ചു തന്നു. അതേപോലെ നിന്നെ ദരിദ്രനായി കണ്ടു ഞാൻ ധനികനാക്കി. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെ ദാരിദ്ര്യം പേറിയ കാലമുണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ സമ്പന്നതയിലേക്ക് വന്നതാണ്. ഇങ്ങനെയൊക്കെ ഇതിനെയൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രവാചകനോട് പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് നീ അനാഥയെ ആട്ടിയോടിക്കരുത്, അനാഥയെ നീ സംരക്ഷിക്കണം. ചോദിച്ചു വരുന്നവനെ വിരട്ടരുത്. അതായത് സാമ്പത്തികമാവും അറിവും അന്വേഷിച്ചു വരുന്നവർക്ക് അതൊക്കെ നൽകുക. അതേപോലെ തന്നെ നിൻ്റെ നാഥൻ്റെ നാമത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക. അവൻ തന്ന അനുഗ്രഹങ്ങളെ നീ സത്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു.